നമസ്കാരം, പ്രവാസി മലയാളിയിലേക്ക് സ്വാഗതം. ഗൾഫ് രാഷ്ട്രങ്ങളിൽ ഒമിക്രോൺ പടരുന്നു. സൗദിയിലാണ് ആദ്യ ഒമിക്രോൺ കേസ് സ്ഥിരീകരിച്ചത്. പിന്നാലെ UAE, കുവൈറ്റ്, ബഹ്റൈൻ എന്നിവിടങ്ങളിലും തുടരെ കേസ് സ്ഥിരീകരിക്കുകയായിരുന്നു. ഇപ്പോഴിതാ ഒമാനിൽ കൊറോണ വൈറസിന്റെ വകഭേദമായ ഒമിക്രോൺ സ്ഥിരീകരിച്ചതായുള്ള റിപ്പോർട്ടുകളാണ് പുറത്തുവരുന്നത്. രാജ്യത്തിന്റെ പുറത്തുനിന്നെത്തിയ 2 സ്വദേശികളിലാണ് ഒമിക്രോൺ വകഭേദം റിപ്പോർട്ട് ചെയ്തതെന്നും ആരോഗ്യ മന്ത്രാലയം അറിയിച്ചു. ഇവരുടെ ആരോഗ്യനില നിരീക്ഷിച്ചു വരികയാണെന്നും അധികൃതർ പ്രസ്താവനയിൽ അറിയിച്ചിട്ടുണ്ട്. അതോടൊപ്പം തന്നെ ലോകത്തെ നടുക്കി കൊറോണ വൈറസിന്റെ പുതിയ വകഭേദമായ ഒമിക്രോൺ ബാധിച്ച് UK-യിൽ ആദ്യ മരണം റിപ്പോർട്ട് ചെയ്തിരിക്കുകയാണ്. പ്രധാനമന്ത്രി ബോറിസ് ജോൺസൺ തന്നെയാണ് ഇക്കാര്യം അറിയിച്ചിരിക്കുന്നത്. ഒമിക്രോൺ ബാധിച്ച ആളുകൾ ആശുപത്രിയിൽ ചികിത്സയിൽ കഴിയുന്നുണ്ട്. നിർഭാഗ്യവശാൽ ഒരാൾ മരിച്ചു. പലരും കരുതുന്നത് പോലെ ഇതത്ര നിസ്സാരമല്ല. പുതിയ വകഭേദത്തെ തരണം ചെയ്യാനുള്ള മികച്ച വഴി എല്ലാവരും ബൂസ്റ്റർ വാക്സിൻ എടുക്കുകയാണെന്നും ബോറിസ് ജോൺസൺ മാധ്യമങ്ങളോട് വ്യക്തമാക്കി. കൂടാതെ പടിഞ്ഞാറൻ ലണ്ടനിലെ ഒരു വാക്സിനേഷൻ ക്ലിനിക് സന്ദർശിക്കുമ്പോഴായിരുന്നു പ്രധാനമന്ത്രി പ്രസ്താവന നടത്തിയത്. UK-യിൽ ഒമിക്രോൺ വകഭേദം കണ്ടെത്തിയ 10 പേരാണ് ആശുപത്രിയിലുള്ളതെന്ന് ആരോഗ്യ സെക്രട്ടറി സാജിദ് ജാവേദ് അറിയിച്ചിരുന്നു. അതേസമയം ഡെൽറ്റ വകഭേദത്തേക്കാൾ അതിതീവ്ര വ്യാപന ശേഷിയുള്ള വേരിയന്റാണ് ഒമിക്രോൺ കോവിഡ് എന്ന് ലോകാരോഗ്യ സംഘടന വ്യക്തമാക്കി. ഇതുമാത്രമല്ല, കോവിഡ് വാക്സിൻ കൊണ്ടുള്ള പ്രതിരോധത്തെ മറികടക്കാനുള്ള കരുത്ത് ഒമിക്രോണിനുണ്ടെന്ന് സംഘടന പറയുന്നു. അതേസമയം ലോകാരോഗ്യ സംഘടന സ്ഥിരീകരിച്ചതോടെ ലോകരാജ്യങ്ങളും ഒമിക്രോൺ ഭീതിയിലാണ്. എന്നാൽ ഇതിനൊരു ആശ്വാസകരമായ കാര്യം കൂടി ലോകാരോഗ്യ സംഘടന പറഞ്ഞിട്ടുണ്ട്. രോഗലക്ഷണങ്ങൾ ഗുരുതരമായിരിക്കില്ലെന്നാണ് ഇതുവരെ ലഭിച്ച ഡാറ്റയിൽ നിന്ന് മനസ്സിലാകുന്നതെന്ന് ലോകാരോഗ്യ സംഘടന പറയുന്നു. ഈ വർഷം കണ്ടെത്തിയ ഡെൽറ്റ വേരിയന്റിനായിരുന്നു വ്യാപനശേഷി വളരെ കൂടുതൽ ഉണ്ടായിരുന്നത്. ഇതിന് പിന്നാലെ ലോകത്തുള്ള ബഹുഭൂരിപക്ഷം കേസുകളും ഡെൽറ്റയെ തുടർന്നാണ് രേഖപ്പെടുത്തിയിട്ടുള്ളത്. എന്നാൽ ഒമിക്രോൺ ഇതിനെ മാറ്റിമറിക്കുമെന്ന് ലോകാരോഗ്യ സംഘടന ചൂണ്ടിക്കാണിക്കുന്നു. ദക്ഷിണാഫ്രിക്കയിൽ കണ്ടെത്തിയ ഒമിക്രോൺ വേരിയന്റ് 50-ലേറെ തവണ ജനിതക മാറ്റം വന്നവയാണെന്ന് നേരത്തെ തന്നെ കണ്ടെത്തിയിരിക്കുന്നതാണ്. അതിതീവ്ര വ്യാപനമുള്ളത് കൊണ്ട് തന്നെയാണ് പല രാജ്യങ്ങളും യാത്രാവിലക്കുകൾ കൊണ്ടുവന്നത്. ഡിസംബർ 9 വരെയുള്ള കണക്കുകൾ പ്രകാരം ഒമിക്രോൺ 63 രാജ്യങ്ങളിലേക്ക് പടർന്നിട്ടുണ്ടെന്ന് ലോകാരോഗ്യ സംഘടന പറയുന്നു. ദക്ഷിണാഫ്രിക്കയിലാണ് ഇത്തരത്തിൽ തീവ്രവ്യാപനമുള്ള വകഭേദം കണ്ടെത്തിയിരിക്കുന്നത്. കൂടാതെ ബ്രിട്ടനിലും ഒമിക്രോൺ സാന്നിധ്യം ശക്തമാണ്. ഡെൽറ്റ വേരിയന്റും ബ്രിട്ടനിൽ ഭീഷണി ഉയർത്തുന്ന സാഹചര്യവും കാണുവാൻ സാധിക്കും. വാക്സിൻ കൊണ്ട് പ്രതിരോധിക്കാൻ സാധിക്കുമോ എന്നത് ഇതുവരെ തെളിയിച്ചിട്ടില്ല. അതിനാൽ തന്നെ എത്രത്തോളം തീവ്രതയേറിയതാണ് ഒമിക്രോൺ എന്ന് പറയാൻ ഇപ്പോഴത്തെ ഡാറ്റ മതിയാവില്ല എന്നാണ് ലോകാരോഗ്യ സംഘടന ചൂണ്ടിക്കാണിക്കുന്നത്. നവംബർ 24-നാണ് ദക്ഷിണാഫ്രിക്ക ഒമിക്രോണിനെ കുറിച്ച് ലോകാരോഗ്യ സംഘടനയെ ഔദ്യോഗികമായി അറിയിക്കുന്നത്. ഇതിന് പിന്നാലെ 63 രാജ്യങ്ങളിലാണ് സ്ഥിരീകരിച്ചിരിക്കുന്നത്. ഇപ്പോൾ പറഞ്ഞതൊക്കെയും UK മുൻനിർത്തിയുള്ള പഠനമാണെങ്കിലും ഇന്ത്യക്ക് ജാഗ്രതാ നിർദ്ദേശം നൽകിയിരിക്കുകയാണ് ലോകാരോഗ്യ സംഘടന. കൂടുതൽ പ്രവാസി വാർത്തകൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ.